വിശുദ്ധ പത്രോസ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന 3D മൾട്ടിമീഡിയ ചിത്രം വാത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പ്രദർശിപ്പിച്ചു. ഒക്ടോബർ 2 ഞായറാഴ്ച രാത്രിയിലെ ആദ്യ പ്രദർശനം കാണാൻ ആയിരങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ അണിനിരന്നത്. സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയും അപ്പസ്തോലന്മാരുടെ രാജകുമാരനുമായ വിശുദ്ധ പത്രോസ്ലീഹയുടെ ജീവിതവും രക്തസാക്ഷിത്വവും ഓർമ്മപ്പെടുത്തുന്ന 8 മിനിറ്റ് ദൈർഘ്യമുള്ള 3D ദൃശ്യാവതരണമാണ് ഫോളോ മീ ദ ലൈഫ് ഓഫ് സെന്റ് പീറ്റർ. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിന്റെ ഭിത്തിയിൽ വീഡിയോ മാപ്പിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രദർശിപ്പിച്ചു. വത്തിക്കാൻ കൂരിയ അംഗങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പ്രദർശനം കാണാനെത്തിയത്. വിശുദ്ധ പത്രോസിന്റെ ജീവിതത്തിലൂടെ വിശ്വാസം പ്രചരിപ്പിക്കുകയാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വികാരി ജനറൽ കൂടിയായ കർദിനാൾ മൗരോ ഗാംബെറ്റി വ്യക്തമാക്കി. കടലിലെ തിരമാലകളിൽപ്പെട്ട് ആടിയുലയുന്ന തോണി പോലെ ദിശാബോധം നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ പത്രോസ്ലീഹയുടെ ജീവിതത്തിന് പ്രസക്തി വർദ്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നതായാണ് പത്രോസ്ലീഹയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3D ചിത്രത്തിന് ആവശ്യമായ വിശുദ്ധ പത്രോസ്ലീഹയുടെ ജീവിതം, പ്രവർത്തനം, തൊഴിൽ, ശിഷ്യത്വം, ദൗത്യം, രക്തസാക്ഷിത്വം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, വത്തിക്കാൻ മ്യൂസിയം തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമാണ് ശേഖരിച്ചത്. പുരാതന കാലത്തെ സൃഷ്ടികളും ആധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടൽ കൂടിയാണ് പ്രസ്തുത ചിത്രമെന്ന് കർദിനാൾ മൗരോ ഗാംബെറ്റി അഭിപ്രായപ്പെട്ടു. പ്രശസ്ത ഇറ്റാലിയൻ ഗായകനായ ആൻഡ്രിയ ബോസെല്ലിയുടെ തത്സമയ സംഗീതാവിഷ്കരണം പ്രദർശനത്തെ വേറിട്ടതാക്കി. തുടർന്ന് ചിത്രത്തെക്കുറിച്ച് നടനും TV അവതാരകനുമായ ഫ്ലാവിയോ ഇൻസിന്നയുടെ വിവരണത്തോടെയാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിച്ചത്. ഒക്ടോബർ 16 വരെ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 11 മണി വരെ ഓരോ 15 മിനിറ്റിലും ഈ പ്രദർശനം വത്തിക്കാനിൽ ഉണ്ടാകുമെന്നാണ് വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.